ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ അത്താഴമാണ് തേങ്ങയിട്ട ഗോതമ്പും അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള വ്യത്യസ്തമായ പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിന്ന് അത്താഴത്തിന് പുട്ട് കഴിക്കുമ്പോൾ ചുറ്റും എന്താണ് എന്നല്ലേ പറയാറുണ്ട്. വായി വെള്ളം വരുന്ന ഒരു സംഭവം എൻ്റെ അടുത്തിരിക്കുന്നു. ഇത് കണ്ട ഈ സംഭവം ഭയങ്കര ടേസ്റ്റുള്ള തള്ളല്ല, നമ്മളെ അച്ചാറാണ്, നമ്മളെ പോത്തച്ചാറും കൂട്ടിയിട്ട് ആ വെളുത്തുള്ളി നല്ലപോലെ മുറിച്ചിട്ടത്. ഈ വെളുത്തുള്ളി ഒരു വിഷയമായി. ഞാൻ ഒരിടത്ത് പറഞ്ഞു മാങ്ങയിൽ വെളുത്തുള്ളി ചേർക്കരുതെന്നേ. അവരത് കാര്യമാക്കി എടുത്തിട്ട് നിങ്ങൾ നല്ല ആൾ തന്നെ ആരെങ്കിലും പറയൂ മാങ്ങയിൽ വെളുത്തുള്ളി ചേർക്കരുതെന്ന് നമ്മൾ എന്നെ അങ്ങ് ആക്ഷേപിച്ചു. ഞാൻ പറഞ്ഞു ഏത് സാധനത്തിനാണെങ്കിലും കൂടെ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ലിക്വിഡ് ഐറ്റത്തിന് കുറേ ദിവസം കഴിയുമ്പോൾ ടേസ്റ്റ് മാറും. ഇവർ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ അധികം ഉണ്ടാക്കി വയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവർക്കിത് മനസ്സിലായില്ല. പിന്നെ ഞാൻ അവരുടെ അടുത്ത് തർക്കിക്കാൻ പോയില്ല. ഇതേ നോക്ക്, ഇതെടുത്ത് ബീഫ് എടുത്ത് ഇതിലോട്ട് വെച്ചിട്ട് എന്താ ടേസ്റ്റാന്നേ പറയാതിരിക്കാൻ നോക്കില്ല. ഭയങ്കര ടേസ്റ്റ്. വീഡിയോകളൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അറ്റാച്ചി മരിച്ചിട്ട് നാളെയാണ് 5. അതുകൊണ്ട് അധികം വീഡിയോകളൊന്നും ചെയ്യുന്നില്ല. സഞ്ചയനം കഴിഞ്ഞിട്ട് അങ്ങനെ വ്യത്യസ്തമായ വീഡിയോകൾ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം, ബീഫും കൂടി കഴിക്കാൻ സൂപ്പറാണ്, പൊളി. ഈ ബീഫ് അച്ചാർ എന്തൊക്കെ എടുക്കാമെന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഞാൻ പറയണമെന്നൊരു കാര്യം പറയട്ടെ. ഇന്നത്തെ പത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ഒരു വാർത്ത പറയുകയുണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത പറയുകയുണ്ടായിട്ടുണ്ട്. ISRO ചാരക്കേസ്. എൻ്റെ കൊച്ചിലെന്ന് പറഞ്ഞാൽ ഞാൻ പത്രവും കൊണ്ടേ എണീക്കൂ. രാവിലെ പത്രവും ചായയും. അതിൽ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: നമ്പി നാരായണനും ഫൗസിയ ഹസനും മറിയം റഷീദയും. ചെറിയ പ്രായമാണ് കേട്ടോ, പക്ഷെ ഭയങ്കരമായിട്ട് ഞാനത് ശ്രദ്ധിച്ച്. നമ്പി നാരായണനെ പറ്റിയുള്ള കഥകൾ, പിന്നെ ഈ മറിയം റഷീദ, ISRO, എൻ്റെ പൊന്നോ എന്തൊക്കെയായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ വിശ്വസിക്കൂലേ? ഇങ്ങനെയാണ് ഓരോരുത്തർ ഒരേ കഥകളുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? എൻ്റെ പ്രായത്തിലുള്ള വീഡിയോ കാണുന്ന സഹോദരങ്ങളോടാണ്. ആ ISRO ചാരക്കേസ്, നമ്പി നാരായണനും മാലിയിൽ നിന്ന് വന്ന ചാര വനിതകളാണ് മറിയം റഷീദയും ഫൗസിയ ഹസനും. പക്ഷേ CBIയുടെ അന്വേഷണത്തിലെ തെളിവ് വന്നിട്ടുണ്ട്. അന്ന് പോലീസ് CA ആയിരുന്ന വിജയൻ എന്ന് പറയുന്ന CA സർക്കിള് പിന്നെ മറിയം റഷീദയെ അവരെന്തോ ആവശ്യത്തിന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മറിയം റഷീദയെ എടുത്ത് വരാമെന്ന് പറഞ്ഞു. ഇവർ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് ചെന്ന് ഫൗസിയ ഹസനോട് പുറത്ത് പോകാൻ പറയുകയും അവർ പുറത്ത് പോവുകയും മറിയം റഷീദയെ കയറി പിടിക്കുകയും ചെയ്തു. ദുരുദ്ദേശത്തോടു കൂടി അവരതിനെ എതിർത്തു. അതിന് ഈ CA വിജയൻ കണ്ടെത്തിയ കള്ളക്കഥ, ഇവരുടെ ഫോണിൽ നിന്ന് ഏതോ ഒരു ശാസ്ത്രജ്ഞനെ ഇവർ വിളിച്ചിരുന്നു. അത് വെച്ചിട്ടാണ് ഈ കള്ളക്കഥ ഉണ്ടാക്കിയത്. ഈ നമ്പി നാരായണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം കുറേ സ്ഥലങ്ങളിൽ എഴുതിയിരുന്ന നിരപരാധിത്വമാണ് തെളിയിക്കുമെന്നു. ഒരു മനുഷ്യൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നിരപരാധിയാണെന്ന് തെളിഞ്ഞ കുറ്റക്കാരനായി ഉറ്റവരുടെയൊക്കെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചാണ്. കറിവേപ്പിലേക്കുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന, തൻ്റെ മനസ്സിൽ തോന്നുന്ന കഥകൾ തനിക്ക് യോജിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് അധികാരം കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് കുറേ പാവങ്ങളെ നിഷ്കരുണം ചവിട്ടി തേച്ച് അവരവരുടെ വില കെടുത്തിയ ഈ ഒരു
കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് CBI തെളിയിച്ചു. നമ്മളാരെങ്കിലും നിരപരാധികൾ 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അച്ചാറിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വന്നു തോന്നുന്നു. അങ്ങനെ ഈ കേസ് തെളിയിക്കപ്പെട്ടു. നിരപരാധിയായ ആ മനുഷ്യൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് കുറേ മനുഷ്യർ ശിക്ഷിക്കപ്പെടുന്നത്. കുറേ മനുഷ്യർ തൻ്റെ മനസ്സിൽ തോന്നുന്ന ഇല്ലാ കഥകൾ പടച്ചുണ്ടാക്കിയിട്ട് അവർ പറയുന്നതാണ് ശരിയെന്ന് പറയും. ഞാനിപ്പോൾ കുറേ അച്ചാറൊന്നും കഴിച്ചു, ഇത്ര അച്ചാറൊന്നും കഴിച്ചുകൂടാ, കുറേ അങ്ങ് കഴിച്ചു. അപ്പോൾ ആരും ആർക്കെതിരെയും ഇല്ലാ കഥകൾ പറയാതിരിക്കട്ടെ. തനിക്ക് തോന്നുന്നത് വളച്ചൊടിച്ച് പറഞ്ഞ് താൻ പറയുന്നതാണ് ശരിയെന്ന് വാദിക്കാതിരിക്കട്ടെ. അങ്ങനെയൊക്കെ ആയാൽ മനുഷ്യർക്ക് നല്ലതായിരിക്കുമെന്ന് പറയുന്നു. പിന്നെ ഒന്നും കൂടി നൈമിത്രയിലേക്ക് വരാം. ഒരുപാട് പേര് അച്ചാറിനെ അന്വേഷിച്ച് വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കൊട്ടാരക്കര കോട്ടയം MC റോഡിൽ കിളിമാനൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് നൈമിത്രയുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇന്ന് പാക്ക് ചെയ്ത ബീഫിൻ്റെ പാക്കറ്റാണ് എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റുള്ളേ. ഇത് 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. 260 രൂപയാണിത്. നമ്മൾ പോസ്റ്റായിട്ടും അയക്കും. ഇനി നമ്മളുടെ മാസ്റ്റർ പീസ് ഐറ്റം എന്ന് വെച്ചാൽ അയ്യോ എൻ്റെ ബീഫിലേക്ക് കൊടുക്കും. ഞാൻ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണേ കൈ ഇങ്ങനെ ഇതാവും. അപ്പോൾ മാസ്റ്റർ പീസ് ഐറ്റമാണ് ഇടിയിറച്ചി, ബീഫിൻ്റെ ഇടിയിറച്ചി, പോത്തിടിയിറച്ചി. ഇതൊക്കെ മാസ്റ്റർ പീസാണ്, ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഞങ്ങളുടെ നമ്പർ അറിയാതെ കുറേ പേരിങ്ങനെ പറയുന്നുണ്ട്, നമ്പർ അറിയാൻ പറ്റുന്നില്ല, അത് കാരണം വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. 79 02 37 57 35 എന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. ഞങ്ങൾ അയച്ചു തരാം കേട്ടോ. ബീഫും മീനും എല്ലാം ഉണ്ട്. അച്ചാറുകൾ തൊട്ട് കൂട്ടാനുള്ളതാണ്, ഒഴിച്ചു കൂട്ടാനുള്ളതല്ല. ഇത് ഈ ക്യാപ്ഷന് കടപ്പാടുണ്ട് കേട്ടോ, എൻ്റെതല്ല, വേറെ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ അത്രയും ടേസ്റ്റിയായ അച്ചാർ കൂട്ടി പുട്ട് തന്ന ഞാനാണെങ്കിലേ ഈ മുടിയൊക്കെ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന കാരണം കഴിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് സ്റ്റൈൽ കിട്ടാല, കുളിച്ചിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. ബെല്ലൈക്കൻ അമർത്തി വീഡിയോ കാണണം, ഫേസ്ബുക്കിലും കാണണം, ഇൻസ്റ്റയിലും കാണണം. ഇത്രയൊക്കെ ഉള്ളൂ. പുട്ട് കഴിച്ചു തീർന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് വിടാം. നാളെ മറ്റൊരു വീഡിയോയുമായി, നാളെ മറ്റൊരു സഞ്ചയനം, നാളെ കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോയുമായി വരാം.